ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനപക്ഷം പാർട്ടി നേതാവ് പി.സി. ജോർജിന്റെ മുന്നണി പ്രവേശനം അവതാളത്തിലായിരിക്കുകയാണ്. എൽ.ഡി.എഫും പി.സിയെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അടിക്കടി നിലപാട് മാറ്റുന്ന പി.സി. ജോർജ് യു.ഡി.എഫിൽ വേണ്ട എന്നും അപേക്ഷ പോലും പരിഗണിക്കരുത് എന്നുമാണ് ഭൂരിപക്ഷം നേതാക്കളുടെയും അഭിപ്രായം. ഈ സാഹചര്യത്തിൽ ഇത്രയും നേതാക്കളുടെ എതിർപ്പ് മറികടന്ന് പി.സിയെ മുന്നണിയിലെടുത്താൽ അത് യു.ഡി.എഫിൽ അടുത്ത പൊട്ടിത്തെറികൾക്ക് കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ക്ഷണം ലഭിച്ച എൻ.ഡി.എയിലേക്ക് തിരിച്ചു പോവുകയേ നിവർത്തിയുള്ളൂ. എന്നാൽ എൻ.ഡി.എയിലേക്ക് ഇല്ല എന്ന പി.സി നേരത്തെ നിലപാടെടുത്തിരുന്നു. എന്നിരുന്നാലും ഈ അടിയന്തര ഘട്ടത്തിൽ അവിടേക്ക് പോവുകയല്ലാതെ പി.സിക്ക് വേറെ നിവർത്തിയില്ല. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കേണ്ടി വരും. അടിക്കടി നിലപാട് മാറ്റുന്ന ജനപക്ഷം പാർട്ടി നേതാവും പൂഞ്ഞാർ എം.എൽ.എയുമായ പി.സി. ജോർജിനെ മുന്നണിയിൽ വേണ്ട എന്നാണ് യു.ഡി.എഫിന്റെ പൊതുവികാരം. പി.സി. ജോർജിന്റെ അപേക്ഷ പോലും പരിഗണിക്കരുതെന്ന് യു.ഡി.എഫിലെ ഭൂരിപക്ഷം പ്രതിനിധികളും അഭിപ്രായപ്പെട്ടിരുന്നു. ജോർജിനെ മുന്നണിയിലെടുക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാക്കുക എന്ന വിലയിരുത്തലാണ് അവർ. ഇതിനെ തുടർന്ന് പി.സി. ജോർജിന്റെ കാര്യം ഇനി ചർച്ച ചെയ്യില്ല എന്നാണ് വിലയിരുത്തൽ. പി.സി. ജോർജിനെ മുന്നണിയിലെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് നേരത്തെ കേരള കോൺഗ്രസ് എം, മുസ്ലിം ലീഗ് എന്നിവർ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. അതേസമയം ലോക്സഭാ സീറ്റ് വിഭജനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ നിർബന്ധമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടു. 2 സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് എം ആവശ്യമുന്നയിച്ചിരുന്നു. കോൺഗ്രസുമായി സഹകരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച പി.സി. ജോർജ് കത്ത് നൽകിയതിന് പിന്നാലെ പി.സി. ജോർജ് എം.എൽ.എക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായാണ് NSU സെക്രട്ടറി രാഹുൽ മങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന യോഗത്തിൽ കത്ത് ലഭിച്ചു എന്ന കാര്യം യോഗത്തിൽ പരാമർശിക്കുക മാത്രമേ ചെയ്യുകയുണ്ടായുള്ളൂ. പക്ഷേ ചർച്ചയുണ്ടായില്ല എന്നും കത്ത് ഉടൻ പരിഗണിക്കേണ്ടതില്ല എന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. യു.ഡി.എഫിലെ പ്രബല കക്ഷികളായ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് എമ്മിനും പി.സി. ജോർജിന്റെ നേതൃത്വത്തിലുള്ള ജനപക്ഷത്തെ യു.ഡി.എഫിൽ ഉൾപ്പെടുത്തുന്നതിനോട് കടുത്ത എതിർപ്പാണുള്ളത്. മുൻപൊരിക്കൽ നമ്മുടെ പറമ്പിൽ കിടന്ന് ചീഞ്ഞു നാറിയ കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ വിസർജ്യമാണ് പി.സി. ജോർജ് എന്നായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നത്. ഇയാൾ തിരിച്ചു വന്നാൽ ഇനി 20 ലോക്സഭാ സീറ്റും 140 നിയമസഭാ സീറ്റും യു.ഡി.എഫിന് കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മളയാളെ മുന്നണിയിൽ എടുക്കരുതെന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരുന്നത്. ഫ്രാങ്കോയെ പിന്തുണച്ചും നീതി തേടി സമരം ചെയ്ത കന്യാസ്ത്രീകളെ കർത്താവും സാത്താനും കേട്ടാൽ അറയ്ക്കുന്ന അപരാധം പറഞ്ഞ അപാരതയാണ് ഇയാൾ. രാത്രി 9 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്ന സ്ത്രീകൾ കുടുംബത്തിൽ പിറന്ന മാന്യതയുള്ളവരല്ലെന്ന് പറഞ്ഞ സ്ത്രീവിരുദ്ധനായ അയാളെ പാർട്ടിയിൽ എടുക്കരുതെന്നും മറിച്ചുള്ള തീരുമാനം പട്ടിണിക്കും പ്രാരാബ്ധത്തിനുമിടയിലുള്ള കാശെടുത്ത് മക്കൾക്ക് അരി വാങ്ങുന്നതിനൊപ്പം പാർട്ടി പോസ്റ്റർ ഒട്ടിക്കാൻ മൈദാമാവ് വാങ്ങുന്ന സാധാരണക്കാരന്റെ അഭിമാനബോധത്തെ വിൽക്കുന്നതിന് തുല്യമാണെന്നും രാഹുൽ കുറിച്ചിരുന്നു. പി.സി. ജോർജിനെ മുന്നണിയിൽ എടുക്കരുതെന്ന് അഭ്യർത്ഥിച്ച് ഔദ്യോഗികമായി അപേക്ഷ യു.ഡി.എഫ് കൺവീനറായ ബെന്നി ബെഹനാനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും പ്രതിപക്ഷ നേതാവ് യു.ഡി.എഫ് ചെയർമാനുമായ രമേശ് ചെന്നിത്തലയ്ക്കും കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും നൽകിയിട്ടുണ്ടെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.